ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡി ഹോളിക് ഗൈസ്. നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. അത് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഷോർട്സ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാം. നമ്മൾ മാത്രമല്ല വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ കോർണിഷിൻ്റെ ഏരിയയിലാണ് ഉള്ളത്. ആരാ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടത്തേക്ക് എങ്ങനെയാണ് വരണ്ടേന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ് നോക്കിങ്ങോട്ട്. ഹലോ ഗൈസ്, അതാണ് ഗൈസ്. ഇവർ രണ്ടാളുമാണ് ഈ ട്രിപ്പിന്റെ മൊത്തം പ്ലാൻ ചെയ്തെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറെ ആൾക്കാരുണ്ട്. പക്ഷേ അഗിയും നിഖിലുമാണ് ഇതിന് കുറച്ചും കൂടി കൂടുതൽ കോർഡിനേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ബുക്ക് ചെയ്തതൊക്കെ അഗിയാണ്. അപ്പം എങ്ങനെയാണ് അഗി നിങ്ങൾ ഇതൊക്കെ ബുക്ക് ചെയ്തത്, എന്താന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും നമ്മളെ വ്യൂവേഴ്സിന്. നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം. എവിടെ? ബനാന ഐലൻഡ് ഷുമൂക്ക് ടവർ ഷുമൂക്ക് എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ് സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത്. ഇതാട്ടാ പോയിന്റ്. ഒന്നെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ അന്താര എന്ന് പറഞ്ഞ സൈറ്റിൽ അവർ ബനാന ഐലൻഡിൽ റിസോർട്ട് സൈറ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് ഡേ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിന് വേറെ ഓഫർ, സിംഗിളിന് വേറെ ഓഫറാണ്. ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും അവർ ലിങ്കും അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈഡേസ് ആണ് മെയിൻ വരേണ്ടത്. ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ഓഫേഴ്സ്. ലൈക്ക് ഒരു ഇവിടുത്തെ മെയിൻ ബഫയാണ്, സൂപ്പർ ബഫയാണ്. അപ്പോൾ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ ഡിഷാണ്. ഫ്രൈഡേ ആകുമ്പോൾ എല്ലാം ടൈപ്പുള്ള ബഫേസ് ഉണ്ട്. അറബിക് ഡിഷ് ഉണ്ടാവും, യൂറോപ്യൻ ഡിഷസ് എല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെയും സ്റ്റീക്സിൻ്റെയും എല്ലാം ടൈപ്പ് ഓഫ് ഐറ്റംസ് ഫ്രൈഡേസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ മാത്രമാണ് ബഫേസ് ഉള്ളത്. അപ്പോൾ ഫ്രൈഡേ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പെർ പേഴ്സൺ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് കൂടി പറയാം. 495 ആണ് നോർമൽ, ഗ്രൂപ്പ് ആണെങ്കിൽ 475. സോ ഗൈസ്, ബാക്കിയുള്ളത് അവിടെ കാണിക്കാം. ഇവരെ മാത്രമല്ല കേട്ടോ, ബാക്കി കുറേ ആൾക്കാരുണ്ട്. ഗൈസ് ഇവിടെ നമ്മളെ ഹോൾ ടീം ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ HR. എന്താ കുടിച്ചോണ്ടിരിക്കുന്നത്? അസീസ് ഇങ്ങോട്ട് നോക്കോ. സുഖല്ലേ? നമ്മുടെ ടിക്കറ്റ് ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കണം, എന്നാലാണ് ബോട്ടിൽ കയറാൻ പറ്റും. അതെ, കോർഡിനേറ്റർ. ഇവർ രണ്ടാളും ഡ്രസ്സ് കണ്ട് എന്ത് തോന്നുന്നു? ഇത് ബൈ വൺ ഗെറ്റ് വൺ. പക്ഷെ രസമുണ്ട് കേട്ടോ കാണാൻ രണ്ടാളും. നിങ്ങളെന്താ ഒന്നും പറയാത്ത? ഇല്ലെങ്കിൽ എന്തൊക്കെ പറയും ഓഫീസിന് പറഞ്ഞു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന് വാങ്ങിയത്. ഭാഷ കൊണ്ട് നോക്കൂ. ലുക്കിൽ വരുന്ന ആൾക്കാരെ നോക്ക്. നിങ്ങൾ കണ്ടന്റ് ആയി, ഇതിനൊന്നും പറയാനില്ല. മോളെ കെട്ടിക്കാൻ നിഹാലിന്റെ വൈഫ് ഫിദ. ഫിദ ഹായ്. ഹായ് ഹായ് ഗൈസ്. രണ്ട് ഈത്തപ്പഴോ ഒരു ചായയും കിട്ടും. ഓക്കെ, നടക്കൂല. ഈത്തപ്പഴം കിട്ടും. പുട്ടുകടലില്ല. കണ്ടന്റ് വേണോ? കണ്ടന്റ് വെക്കുന്നുണ്ട്. എന്താണ് പരിപാടിയാണ്. യൂട്യൂബിലെ ചിക്കൻ കറി വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ കറിയിൽ വേരായിട്ട് ചിക്കനാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും പോയി കാണുക. എന്താ ഫേസ് ഒക്കെ പൊത്തി നിൽക്കുന്നത്? എപ്പോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് രണ്ട് ഡേറ്റ്സും നല്ലൊരു അടിപൊളി ബ്ലാക്ക് ടീ തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാവശ്യം മിസ്സായി. ഹെൽത്തി കുട്ടാ. ഇവരീ വ്ളോഗ് കൊണ്ടുപോകും തോന്നുന്നു. തമിഴ്നാട് ஏதாவது கொஞ்சம் சொல்லுங்கண்ணா. இது கேரளா சேனல் என்ன சொல்றேன்? கேரளா சேனலா? ஹலோ கோய்ஸ், நம்ம இப்போ வந்து நிக்கிறது நம்ம பனானா
എങ്ങനെ ഉണ്ടായിരുന്നു? സോ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് അഫ്ര എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. After that, we have a bowling game at 4 o'clock. So once we are done with the lunch, let's say by 3:30. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ചൂടുണ്ട്. ഷെയ്ഡ്സ് ഒക്കെ എടുക്കാണ്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അതെ അതുകൊണ്ട് നമുക്ക് എന്ത് നല്ല ഫോട്ടോസ് ഒന്നും എടുക്കാം. ഇവരൊക്കെ പോലെ ഷെയ്ഡ്സ് ഒക്കെ ഇട്ട് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സൺസ്ക്രീൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാണ് സൺസ്ക്രീൻ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഷെയ്ഡ്സ് എടുക്കാത്തത് ഭയങ്കര അബദ്ധമായല്ലോ. അതെ അതെ, കണ്ണ് ഫോട്ടോസിലൊന്നും തീരെ കണ്ണ് വീഡിയോ എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി എടുക്കുന്നതാണ്. നോക്ക് അഫ്ര മൊത്തത്തിലെ ബ്ലൂ ആയിട്ടാണ് ഉള്ളത്. അറിഞ്ഞിട്ടതാണോ? അതെ, ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി മാച്ച് ആക്കിയതാണ്. അതെ, ബനാന ഐലൻഡ് എക്സൈറ്റ്മെന്റ് കാരണം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇവിടെ അടിപൊളി വെയിലാണ്. തണുത്ത കാറ്റ് വരുന്നുണ്ട്, അതേസമയം നല്ല വെയിലും ഉണ്ട്. നമ്മൾ ശരിക്കും രസമാണ് കേട്ടാ. മനസ്സൊന്ന് ഖത്തറിലുള്ളവർ വന്ന് കാണേണ്ടതാണ്. അതെ, ഇനി ഫുഡിന്റെ സെക്ഷനിൽ എത്തുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. വെയിലുണ്ട്. ഗൈസ്, നമ്മൾ പൂളിലെല്ലാം പോയി കുറെ കളിച്ച് അല്ലേ, കുറെ പിക്സ് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, ഫുഡാണ് നമ്മൾ മെയിൻ. അപ്പം അതാണ് നമ്മൾ വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. എങ്ങനെയുണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് പറ? ഫസ്റ്റ് സെക്കൻഡ് ടൈം വരുന്നല്ലേ? இதுவரை இது மாதிரி இடம் கொண்டு போனதில்லை. അതെ ഗൈസ്, ഖത്തറിൽ വരുന്നത് ഫസ്റ്റ് ആയിട്ട് கட்டார் வந்து இந்த இடத்த மிஸ் ஆகிட்டு போனா அது கட்டார் யூஸ் இல்லை. ஐயோ, ഞങ്ങൾ നേരത്തെ കിട്ടാത്തതിന്റെ വിഷമം മാറി. അന്യം നിന്ന് പോയ ചില നാട്ടിൽ നിന്നും കൂടി ഞാൻ ചെയ്യാത്ത ഖത്തറിൽ വന്നിട്ട് ചെയ്തു. ഗൈസ്, ഇതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായി. നമ്മളൊരു ഫസ്റ്റ് സെക്ഷൻ എന്നുള്ളതിൽ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്ര എങ്ങനെയുണ്ട് ഫുഡ്? സ്പൈസി. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ടൈം ഒക്ടോബസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായി, നല്ലൊരു ടേസ്റ്റ്. റിയലി നൈസ്. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു നല്ലൊരു സ്ക്വിഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അതാണ് വേണ്ടത്. നിങ്ങൾ എന്താ കഴിച്ചത്? ഫുഡ് എങ്ങനെയുണ്ട്? പറ, എക്സ്പ്ലെയിൻ. എന്താ കഴിച്ചത്? അതുപോലെ ഉണ്ട് കാണാന്. എന്താ ടേസ്റ്റ് ഉള്ളത്? വരുന്നവർക്ക് എന്ത് കഴിക്കണം നിങ്ങളുടെ സജഷൻ? കാരണം കുറെ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കാം. നോർമലി കഴിക്കുന്ന ഫുഡ് മാറ്റി വെച്ചിട്ട് അല്ലാത്ത ഫുഡ് ഇവരാണ് ഇവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത്. മൂന്നാമത്തെ പോക്കാട്ടോ ഇത്. നേരത്തെ നമ്മൾ പ്ലേറ്റ് നിറച്ചെടുത്തോണ്ട് ഇപ്രാവശ്യം ജസ്റ്റ് ഒരു
രസമുണ്ട്. ആരെയും കൂട്ടാണ്ട് ഫാമിലി ആയിട്ട് അടിച്ചു കയറ്റുമല്ലേ? എങ്ങനെ സുഹേൽക്കാം? എങ്ങനെയുണ്ട് ഫുഡ്? എന്താ കഴിച്ചേ? ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, എല്ലാം ട്രൈ ചെയ്യണം. ഇതെന്താ കഴിച്ചേ? നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഫിഷ് ആട്ടാം. ഫിഷ് ഇതെന്താ? പ്രോൺസ് സാലഡ്. കാണാൻ നല്ല ലുക്കുണ്ട്, ടേസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ വേറെ എന്താ എടുത്തിട്ടുള്ളത്? സീ ഫുഡാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ള കുറച്ച് മട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട്. Guys, ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. സോ ഏതാ എടുക്കണ്ടേ ഒന്നും അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ടീംസൊക്കെ അടിയിടയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടാ. അതെ, ഇതാണ് അടുത്തൊരു വ്ളോഗർ, ഖത്തറിലെ എന്താ പറയാ, അതെ, എക്സ് വ്ളോഗർ. പരിപാടിയൊക്കെ നിർത്തിയാലിപ്പം ഹാപ്പി ആയിട്ട് പോവാണ്. ഫാമിലി മാൻ ആണ് ഗൈസ്, എല്ലാരും കണ്ടു. ആകെ എങ്ങനെയുണ്ട് ഫുഡെല്ലാം? ഫുഡെല്ലാം അടിപൊളി. ട്രൈ ചെയ്യാനൊന്നുമില്ല. ഫിഷ് കബാബ്, എന്താ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ കബാബ്. ഡെസേർട്ടിലാണെങ്കിലോ? ഡെസേർട്ടിലാണെങ്കിൽ ചീസ് കേക്ക് ഉണ്ട്. ചീസ് കേക്ക് അടിപൊളിയാണ്. പിന്നെ മാഷ്മെല്ലോ, ചോക്ലേറ്റ് എല്ലാം. നിഖിലിനെന്താ ഇഷ്ടമായത്? എനിക്ക് എല്ലാം ഇഷ്ടമായി. ഞാൻ ഫോണ് വേണ്ടേ? വ്ളോഗാണ്, പേടിച്ചോടിയതാ ഗൈസ്. എന്താ ഏത് ഐസ്ക്രീം? നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാം ഇഷ്ടമായി. ഫുഡ് നല്ല അടിപൊളി ഫുഡ്. രണ്ടാമത്തെ പ്രാവശ്യമാണ്, പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു. എന്താ പറയാൻ ഉള്ളത്? ഒന്നും പറയാനില്ല. നിങ്ങൾ 2 പ്രാവശ്യം വന്നതല്ലേ? ഇഷ്ടമില്ല ഫുഡ്. അതെന്താ ഇഷ്ടാവാത്തെ? ഇഷ്ടമില്ല അതന്നെ. ഗൈസ്, ഇതിനെക്കാട്ടി അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ആളാട്ടോ ഇത്. നിങ്ങൾ ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാനും പോയി ട്രൈ ചെയ്ത് നോക്കിട്ട്. അതിന്റെ വീട്ടില ഉമ്മ ഉണ്ടാക്കുന്ന വീട്ട്. ഓ, അതെല്ലാവർക്കും എങ്ങനെ തന്നെയാണ്. ഇനി നമ്മളൊരു കോഫി കൂടി കുടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അല്ല അപ്പ അല്ല, കഴിഞ്ഞിട്ടില്ല, കുറച്ച് പുറത്തെടുക്കണം. ഫുഡ് നമ്മൾ തൽക്കാലം കോഫിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. കാരണം ഒരുപാട് കഴിച്ച് മടുത്തു. ഒന്നുകൂടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വ്ളോഗിൽ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവരോടും എങ്ങനെയുണ്ടെന്ന് കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ഫുഡും ബീച്ചും ലൈക്ക് അടിപൊളിയായിരുന്നു. 2 ദിവസത്തേക്ക് ഇനി ഫുഡ് കഴിക്കില്ല. അപ്പൊ ഗൈസ് ബൈ. ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ.